ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡി ജിയുടെ ഏറ്റവും പുതിയ ഒരു ക്രിയേറ്റേഴ്സ് ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡി ജിയുടെ RS4 മിനി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് 3 വേരിയൻറ്റിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് RS4 മിനി, മിനി കോംബോ, മിനി ക്രിയേറ്റർ കോംബോ. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ മിനിയിൽ ഒരു ഫോളോ ഫോക്കസിങ് സിസ്റ്റം അറ്റാച്ച് ആവുന്നില്ല. കോംബോയിൽ ഒരു ഫോളോ ഫോക്കസ് സിസ്റ്റം കൂടെ, ഒരു സെൻസറും കൂടെ ഏകദേശം അതിൻ്റെ ക്യാമറയുടെ ടോപ്പ് ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ വരുന്നുണ്ട്. ക്രിയേറ്റർ കോംബോയിൽ നമുക്ക് മൊബൈലും കൂടെ ചെയ്യാൻ പറ്റും. മൊബൈൽ ഇതിലും ചെയ്യാൻ പറ്റും, നമുക്കൊരു അഡാപ്റ്റർ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഭാരം പറയുകയാണെങ്കിൽ ഏകദേശം 1 കിലോയ്ക്ക് താഴെ മാത്രമേ എൻ്റെ ഭാരം വരുന്നുള്ളൂ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ കളറും ബ്ലാക്ക് കളറിലാണ് നേരത്തെ ജിംബൽസ് വന്നിരുന്നതെങ്കിൽ ഇത് ഈ ഒരു ഗിംബൽ ഒരു സിൽവർ കളറിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വന്നൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു മെറ്റലിൽ പിടിക്കുന്ന ഫീൽ അല്ല എൻ്റെ ബോഡിയിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഒരു ടഫ്ലോൺ കോട്ടിങ്ങോട് കൂടി നല്ല ഗ്രിപ്പുള്ളൊരു ഡിസൈനിലാണ് വന്നേക്കുന്നത്. പിന്നെ വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ നേരത്തെ നമ്മൾ അൺത്രെഡ് ചെയ്തൊക്കെ എടുത്തിട്ട് മാറ്റണമായിരുന്നു. ഇത് ജസ്റ്റ് ഇവിടെ ഒന്ന് ഈസി ആയിട്ട് ഈ ഒരു ലിവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ പേലോഡ് പറയുകയാണെങ്കിൽ 2 കിലോ വരെ നമുക്കിതിനകത്ത് പേലോഡ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റെസ്പോൺസീവ് മോഡ്, അതായത് നമ്മൾ ഫാസ്റ്റായിട്ട് ചേസ് ചെയ്തൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇതിൻ്റെ റെസ്പോൺസീവ് മോഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രാക്ക് 4th ജനറേഷൻ സ്റ്റെബിലൈസേഷനാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. സ്റ്റെബിലൈസേഷൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ റെസ്പോൺസീവ് മോഡിൽ നമുക്കിപ്പോൾ നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഗിംബൽ നമുക്കൊപ്പം റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന DJI പ്രൊഡക്റ്റുകളേക്കാൾ ഒരു പടി കൂടെ സ്റ്റെബിലൈസേഷൻ ഇതിനകത്ത് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ചാർജിങ് പറയുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജിങ് സിസ്റ്റമാണ് ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറയുമ്പോൾ ഇതിൻ്റെ ബേസ് മോഡലിന് ഏകദേശം 32,000 രൂപയാണ്. നേരത്തെയുള്ള DJI പ്രൊഡക്റ്റിൽ പറഞ്ഞിരുന്നു. ഈ ഒരു സ്റ്റിക്കർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു സ്റ്റിക്കർ ഉള്ള പ്രൊഡക്റ്റിനാണ് ഇതിൻ്റെ കൂടെ ഒരു സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു QR കോഡും ഉണ്ട്. ഈ ഒരു സിസ്റ്റം ഉള്ളതിനാണ് വാറണ്ടി കിട്ടുക. ഓൺലൈനിലൊക്കെ ഇത് അല്ലാതെ വാറണ്ടി ഇല്ലാത്ത പ്രൊഡക്റ്റ് ചെറിയ വിലക്കുറവിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വാങ്ങി കബളിപ്പിക്കപ്പെടാതിരിക്കുക. ഇതിന് 1 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട്. മാത്രമല്ല ബജാജ് ഫിനാൻസിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ EMI ഓപ്ഷനും ഈ ഒരു പ്രൊഡക്റ്റിന് ലഭ്യമാണ്. അപ്പോൾ ഇതിനകത്ത് മൊബൈൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ. പല ഗിംബലിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിലും ഒരു വളരെ വെയിറ്റ് കുറഞ്ഞ മൊബൈലുകൾ ചിലപ്പോൾ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ. അത്യാവശ്യം സാധാരണ ഉപയോഗിക്കുന്ന മൊബൈൽ ആണെങ്കിൽ ഇതിന് സപ്പോർട്ട് ചെയ്യും. നമുക്കപ്പോൾ ക്യാമറയ്ക്ക് പകരം അവിടെ മൊബൈൽ ഉപയോഗിച്ച് എവിടെ അതിൻ്റെ ഉപയോഗം വെച്ചാൽ ഫാസ്റ്റായിട്ടൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ചിലപ്പോൾ ലെൻസുകൾ മാറ്റിയിടുക, അല്ലെങ്കിൽ ക്യാമറയുടെ സെറ്റിങ്സ് അതുപോലെ വെച്ചിട്ട് നമ്മുടെ കൂടെ ചിലപ്പോൾ അസിസ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. അവർ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ എക്സ്പെർട്ട് ആയിരിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് മിസ് ചെയ്യുകയും ചെയ്യരുത്, പക്ഷേ ഈസി ആയിട്ട് ചെയ്യാൻ വേണം എന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കൂടെ ആയിരിക്കും ഇത്. കാരണം ജസ്റ്റ് മൊബൈൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ കൂടെയുള്ള ആരുടെ കയ്യിലാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഗിംബൽ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഇതെല്ലാം കൂടെ എല്ലാ ഓപ്ഷൻസും കൂടെ തീർത്തും ക്രിയേറ്റേഴ്സിന് വേണ്ടി മാത്രം ഇറക്കിയിരിക്കുന്ന ഒരു മോഡലാണിത്. പ്രൊഫഷണൽ വീഡിയോഗ്രാഫേഴ്സിനോ വെഡ്ഡിങ് ചെയ്യുന്നവർക്കോ ഞാനിത് സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ പേലോഡ് അത്രയും കുറവായത് കാരണം നമ്മുടെ എല്ലാ ലെൻസുകളും ഇതിനകത്ത് വർക്ക് ചെയ്യണമെന്നില്ല. ഓക്കെ, താങ്ക് യു.